എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്. എല്ലാവരും വന്നപ്പോൾ മുതൽ കാണാൻ ആഗ്രഹിച്ച മുഖങ്ങളായിരിക്കാം. നിങ്ങൾ അതുപോലെ തന്നെ ഒരു കാലയളവിൽ ടിവിയിൽ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന മുഖങ്ങൾ കൂടെയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ആർക്കും യാതൊരുവിധ ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല. ഇവരെല്ലാവരെയും നിങ്ങൾക്ക് നന്നായി അറിയാം. വളരെ സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും. വളരെ സന്തോഷം. ഒരുപാട് തിരക്കുകളുടെ പ്രത്യേകിച്ച് വെഡിങ് സീസൺ കൂടിയാണ്. ഓടി നടന്ന് കല്യാണം വിടാം എന്നെ ചോദിച്ചാൽ എന്നാലും എല്ലാ തിരക്കുകളിൽ നിന്നും ഓടി കൃത്യസമയത്ത് ഇവിടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ഒത്തിരി സന്തോഷം. മോസ്റ്റ് വെൽക്കം എവരിവൺ ഫോർ ദിസ് സ്പെഷ്യൽ സ്റ്റേജ്. ഒരു അടിപൊളി കൈ കൊടുക്കാമോ? വളരെ കുറച്ച് പേര് ഉപദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നതിന് നമ്മുടെ നേതൃത്വത്തിൽ ക്വസ്റ്റ്യൻ ബാക്കി വെക്കുന്നുണ്ട്. ഇവരുടെ സമക്ഷത്തിൽ പറയാനല്ല ആഗ്രഹം. ഓക്കെ, അപ്പൊ ലിനേഴ്സിലെ ഒരു 5 ക്വാളിറ്റീസ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു 5 ക്വാളിറ്റീസ് ഉറക്കി പറഞ്ഞോളൂ. ഞാൻ ലിനുവായിട്ട് പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5.5 വർഷമായി. അപ്പോൾ ലിനിന് 5 ക്വാളിറ്റി ഒന്നുമില്ല, 3 ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ലിനിയുടെ കെയറിംഗ് ആണ്. ലിനിയുടെ കെയറിംഗ് സാധാരണ നമ്മൾ ആണുങ്ങളാണോ പെണ്ണുങ്ങളെ കെയറിംഗ് എന്നാണോ പറയുക. കെയറിംഗ് ഉണ്ടായിരുന്നില്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കെയറിംഗ് പെൺകുട്ടിയാണ്. അതെ, ഞാൻ ഇവിടെ പോയാലും എവിടെ എത്തി, എപ്പോൾ തിരിച്ചെത്തും, എന്ത് കഴിച്ചു, എല്ലാം നോക്കാറുണ്ട്. നിങ്ങൾ എവിടെ ആരെങ്കിലും കൂടെ കൂട്ടുകാരൊക്കെ ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ലവബിളാണ്. അതെ, ഭയങ്കര റൊമാൻറ്റിക് ആണ്. അതെ, നിന്റെ കത്തി സഹിക്കുന്ന ആളാണ്. അതെ, നല്ല കേൾവിക്കാരിയാണ്, ലിസണറാണല്ലേ. സന്തോഷം. അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്താണെന്ന് അറിയാം. എങ്ങനെ റൊമാൻറ്റിക് ആണത്? സിജോ റൊമാൻറ്റിക് ആണെങ്കിൽ ഒരു പാട്ട് വെച്ച് കൊടുക്കണം. പാട്ട് വെച്ച് കൊടുത്തതിനാൽ അതിനനുസരിച്ച് ഒരു ഡാൻസ് കളിക്കണം. അങ്ങനെയാണ് റൊമാൻറ്റിക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ ആക്ടിംഗ് അല്ല വേണ്ടത്, നമുക്ക് ജീവിച്ച് കാണിച്ചു തരാണ് വേണ്ടത്. ഓക്കെ, അതെ, സിജോനോട് ആലോചിക്കാനേ ഈ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്റെ അടുത്ത് തല്ലുകൊണ്ട് വരുന്നതായിരുന്നു. അതിന് നല്ല ശുഷ്കാന്തിയായിരുന്നു. ഇപ്പോ എല്ലാവർക്കും മുമ്പിൽ വെച്ച് ഡാൻസ് കളിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അല്ല, എന്നാലും ഇപ്പോ ലീവിനെ വെച്ചിട്ട് 5 നല്ല ക്വാളിറ്റീസ് പറഞ്ഞു. തിരിച്ച് സിജോനെ വെച്ചിട്ട് എന്താണ് പറയാം? സിജോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിജോ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ അടുത്തത് രണ്ടാമത് ഞാൻ 50 വന്നപ്പോൾ
ഞങ്ങൾ കൂടെ എടുത്തുപോയി. എനിക്ക് എന്നും ഒരു അനിയനെ കൂടെയാണ്. മാത്രമല്ല ഒരു പാവമാണ്. എല്ലാവരും കൂടി പറഞ്ഞ പോലെ പറയണം, നന്നായിട്ട് നോക്കിക്കോളണേ. ഓക്കെ, നല്ലൊരു എന്താ പറയാ, എല്ലാ മംഗളങ്ങളിലും ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ. എന്റെ അനിയൻ കൂടെ തന്നെയാണ് ഇപ്പോഴും എന്നും. ഓക്കെ,